ഇറാൻ ലെബനൻ യുദ്ധങ്ങളിൽ യുഎസും ഇസ്രയേലും ഇപ്പോൾ രണ്ടു തട്ടിലാണ്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഭിന്നതയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഞെട്ടിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇസ്രയേലിന്റെ ചതിയെക്കുറിച്ചുള്ള വാർത്തകളാണ് വരുന്നത്. യുഎസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ചാരപ്രവർത്തനം നടത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട്. ഉന്നത യുഎസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ചാരപ്രവർത്തനവും നിരീക്ഷണവും നടത്തിയെന്ന ആശങ്കയുയർത്തിയത് പെന്റഗൺ തന്നെയാണ്. NBC ന്യൂസ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ട്രംപ് ഭരണകൂടത്തിന്റെ ആഭ്യന്തര ചർച്ചകളെക്കുറിച്ചും തീരുമാനങ്ങളെക്കുറിച്ചും രഹസ്യ വിവരം ശേഖരിക്കാൻ ഇസ്രയേൽ ലക്ഷ്യമിടുന്നതായി പെന്റഗൺ സംശയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് യുഎസ് പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി മുൻകരുതലുകൾ സ്വീകരിച്ചതായി NBCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് 7 പേജുള്ള ഒരു ആഭ്യന്തര രേഖയും പ്രത്യേക ചാർട്ടും പോലും പെന്റഗൺ തയ്യാറാക്കി. ഇസ്രയേലിന്റെ ചാരപ്രവർത്തന ശേഷിയെക്കുറിച്ചും യുഎസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന സുരക്ഷാ ഭീഷണിയെക്കുറിച്ചും വ്യക്തമാക്കുന്നതാണ് ഈ ആഭ്യന്തര രേഖയും പ്രത്യേക ചാർട്ടും. ഈ റിപ്പോർട്ടിൽ അതിനിർണായകമായ ചില വിവരങ്ങൾ ഉള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നു. മനുഷ്യരെ ഉപയോഗിച്ചുള്ള ചാരവൃത്തിയും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വഴിയുള്ള വിവരങ്ങൾ ശേഖരിക്കലും ഇസ്രയേലിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് പെന്റഗണിന്റെ റിപ്പോർട്ടിലുള്ളത്. പെന്റഗണിന്റെ ഈ കണ്ടെത്തൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എത്രയോ കാലങ്ങളായി ഇരു രാജ്യങ്ങളിലെയും രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. എന്നാൽ ഇസ്രയേലിന്റെ ഈ ചതി ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വിശ്വാസ്യതയ്ക്ക് പോറലേൽപ്പിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇറാൻ ലെബനൻ യുദ്ധത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും കടുത്ത ഭിന്നതയിലാണെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തണമെന്ന നിലപാടിലാണ് ഇസ്രയേൽ. എന്നാൽ ട്രംപിന് ഇതിനോട് വിയോജിപ്പാണുള്ളത്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം കുറയ്ക്കണമെന്ന നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചു. എന്നാൽ ഇതിനോട് നെതന്യാഹു വിയോജിപ്പ് പ്രകടിപ്പിച്ചതോടെ ഇരുവരും വഴക്കടിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.